അസംതൃപ്തരായ CPM-കാർ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തു. അവരുടെ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ അവർക്ക് വേറെ വഴിയുണ്ടായിരുന്നില്ല. നേരത്തെയൊക്കെ അവർക്കൊരു മാനസിക പ്രയാസം ഉണ്ടായിരുന്നു. ഇത്രയും കാലം അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് ചെയ്തു, ഞാനെങ്ങനെ കൈപ്പത്തിക്ക് ചെയ്യും, എൻ്റെ അച്ഛൻ ഇങ്ങനെയായിരുന്നു, എൻ്റെ അപ്പൂപ്പൻ ഇങ്ങനെയായിരുന്നു, ഞാൻ മാത്രം മാറിക്കുത്തിയാൽ ശരിയാവില്ല, ഇങ്ങനെ ഒരു അവർക്ക് പുറകോട്ടൊരു വലിവുണ്ടായിരുന്നു. ഇത്തവണ ആ സകല വലിവും പൊട്ടിച്ചുകൊണ്ട് അവരങ്ങ് കോൺഗ്രസ്സിന് വോട്ട് ചെയ്തു. അവർ BJPക്ക് വോട്ട് ചെയ്യുമായിരുന്നുമില്ല. കാരണം BJP അവരുടെ വർഗശത്രുവാണെന്നോ മറ്റോ അവർ പറഞ്ഞ് ധരിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് വോട്ട് ചെയ്യാൻ കിട്ടിയത് കോൺഗ്രസ്സിനെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, കോൺഗ്രസ് അനുകൂല തരംഗമല്ല ഉണ്ടായത്, CPM വിരുദ്ധ തരംഗമാണ്. അത് LDFനെ മൊത്തം അത് ബാധിച്ചു. മൊത്തം എത്രയാ 35 സീറ്റുള്ളതിൽ 26 മറ്റേ ഉള്ളൂ CPM-ന്. ബാക്കി 8 CPI, 1 RJD, ഇങ്ങനെ നിൽക്കുകയാണ് CPM. അപ്പോൾ CPM-നുള്ളിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടായി എന്ന് സാരം. ആ പൊട്ടിത്തെറിയെ എങ്ങനെ അവർ നേരിടുന്നു എന്നുള്ളത് അടുത്ത അവരുടെ തലവേദനയാണ്, മറ്റുള്ളവരുടെ അല്ല. ബട്ട് ഒരു കാര്യം, ഈ കഴിഞ്ഞ ദിവസം ഡോക്ടർ B. അശോക് ഒരു അനാലിസിസ് അവതരിപ്പിച്ചിരുന്നു. കേരളം ഈ 2031 അടുത്ത തെരഞ്ഞെടുപ്പ്, അദ്ദേഹം പറഞ്ഞു 31 അല്ലെങ്കിൽ 36 ഉറപ്പായിട്ട് വേറൊരു ബൈപോളാർ സിറ്റുവേഷനിലേക്ക് മാറും. അത് ഹിന്ദുക്കൾക്ക് മുൻതൂക്കമുള്ള ഒരു മുന്നണി, ന്യൂനപക്ഷങ്ങൾക്ക് മുൻതൂക്കമുള്ള വേറൊരു മുന്നണി. ഇതായിരിക്കും 2 പ്രധാനപ്പെട്ട കക്ഷികൾ കേരളത്തിൽ. അതിൽ അദ്ദേഹം പറഞ്ഞു, ആ ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് പോകുന്നത് അല്ലേ സർ? പൊളിറ്റിക്സിൽ ഈ അധിക കാലം ഇങ്ങനെ അൺസ്റ്റേബിളായിട്ട് പൊളിറ്റിക്സിന് നിൽക്കാൻ പറ്റില്ല. പൊളിറ്റിക്സ് അങ്ങ് സ്റ്റേബിളാകും. ഏതെങ്കിലും ഫോഴ്സസ് ഒക്കെ ചേർന്ന് അതിനെ സ്റ്റേബിളാക്കും. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ന്യൂനപക്ഷങ്ങളുടെ ഒരു മുന്നണി, ഇപ്പുറത്ത് ഹിന്ദു മുന്നണി, ഇതിൽ കുറച്ച് മുസ്ലിങ്ങൾ അങ്ങോട്ടും കുറച്ച് ക്രിസ്ത്യാനികൾ ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. ബട്ട് ബൈ ആൻഡ് ലാർജ് പ്രാമുഖ്യം ഇവർക്കായിരിക്കും. അങ്ങനെ ഒരു മുന്നണി വന്നു കഴിഞ്ഞാൽ അത് സ്റ്റേബിളായിരിക്കും. പക്ഷേ അതിനകത്തെ ഡീസ്റ്റെബിലൈസിങ് ഫാക്ടർ ക്രിസ്ത്യാനികളായിരിക്കും. കാരണം ക്രിസ്ത്യാനികൾ ഒന്ന് ഹിന്ദുക്കളുടെ കൂടെ ചെരിഞ്ഞാൽ മറ്റേ മുന്നണിയുടെ അടപ്പ് തീരും. അതെ, ക്രിസ്ത്യാനികൾ ഇതിനകത്തുള്ള ഹിന്ദുക്കളുടെ കൂടെ നിൽക്കുന്ന ക്രിസ്ത്യാനികൾക്കും എന്തെങ്കിലും കാര്യത്തിന് ദേഷ്യം വന്ന് അവരൊന്ന് ന്യൂനപക്ഷത്തിൻ്റെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവർ തളരും. ഇതായിരിക്കും അന്ന് നടക്കാൻ പോകുന്ന തമാശ. അപ്പോൾ ഡോക്ടർ B. അശോക് പറഞ്ഞു, നിങ്ങൾ ഒരുപക്ഷെ ക്രിസ്ത്യാനികൾ കിങ് മേക്കേഴ്സായിട്ട് മാറുന്ന ഒരു അവസ്ഥ. എണ്ണം അവരുടെ കുറവാണ്, പക്ഷേ അവരേത് ഭാഗത്തേക്ക് ചായുന്നോ ആ ഭാഗത്ത് വെയിറ്റ് കൂടും. അങ്ങനത്തെ ഒരവസ്ഥ. എന്തു വാങ്ങിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ ഒരു റീഡിങ് അവതരിപ്പിച്ചു. BJP ഈ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു വലിയൊരു ഭാഗം തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇടതുപക്ഷവും വല്ലാതെ വിഷമിക്കും. കേരളത്തെ ഗൗരവമായിട്ട് കേന്ദ്ര BJP എടുത്തിട്ടില്ല. ബട്ട് അതിന് വേറൊരു വശം കൂടെയുണ്ട്. ബംഗാൾ പോലെ അല്ല കേരളം. ബംഗാളിൽ സ്ട്രേറ്റ് ഫൈറ്റ് ആയിരുന്നു. ഒരു വശത്ത് BJP, മറുവശത്ത് TMC. അവിടെ കോൺഗ്രസും CPM-ഉം ഒക്കെ നേരത്തെ തന്നെ നിലംപരിശായി പോയി കഴിഞ്ഞിരുന്നു. അവരെ ഒന്നും ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യം BJPക്ക് ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ അങ്ങനെയല്ല. ഒരു വശത്ത് LDF, മറുവശത്ത് UDF, ഇതിൻ്റെ നടുക്കാണ് BJP. ഈ രണ്ടുപേരോടും ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യം BJPക്ക് വരുന്നു. ഒരാളെ വല്ലാതെ ടാർഗറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണം BJPക്ക് കിട്ടാതെ മറ്റേ ആൾക്ക് UDF-ന് കിട്ടുന്നു. ഇപ്പോൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോക്കും. BJP ആ ശബരിമല പ്രശ്നത്തിൽ ചാടി വീണ് വല്ലാത്ത ബഹളവും സമരവും ഒക്കെ നടത്തി പിണറായി വിജയനെ വല്ലാതെ ആക്രമിച്ചു, CPM-നെ വല്ലാതെ ആക്രമിച്ചു, ആ നവോത്ഥാന സദസ്സിനെ ആക്രമിച്ചു, ഒക്കെ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ ഗുണം ആർക്ക് കിട്ടി? കോൺഗ്രസിന് കിട്ടി, BJPക്ക് കിട്ടിയില്ല. ഇപ്പോൾ സിംഗിൾ പോയിൻ്റായിട്ട് ആക്രമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം UDF-ന് പോകും, UDF-നെ ആക്രമിച്ചാൽ അതിൻ്റെ ഗുണം LDF-ന് പോകും.
ഈ ഒരു ധർമ്മസങ്കടം മറ്റ് സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് ഇല്ല. ഇതിനെ നേരിടണമെങ്കിൽ നിങ്ങൾ ഒരു ഓൾട്ടർനേറ്റീവായിട്ട് വളർന്നേ പറ്റുള്ളൂ. ഒരു ഓൾട്ടർനേറ്റീവായിട്ട് ജനങ്ങൾക്ക് തോന്നണം, ജനങ്ങളുടെ മനസ്സിൽ അങ്ങനെ നിറയണം.